മോദിക്ക് ശേഷം BJP ഒരു ദളിത് പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടുന്നു, ഒരു ദളിതനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നു. ചോദ്യം ഉന്നയിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. എന്താണ് സിദ്ധരാമയ്യ ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുന്നതിന് കാരണം? അതിന് പിന്നെ ഒരുപാട് അജണ്ടകൾ ഉണ്ടാവുമല്ലോ. ഒന്ന്, ഇത്തരം ചോദ്യങ്ങളാണ് എപ്പോഴും ഇന്ത്യയിൽ ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സായിപ്പാണെങ്കിലും ഇവിടെ മറ്റ് അജണ്ട ഉള്ള ആളുകളാണ്. അപ്പം എപ്പോഴും ദളിത് OBC കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹിന്ദു വേൾഡിനെ കൂടുതൽ വിഭജിക്കുക. അതാണ് മെയിൻ അത് തന്നെയാണ്. അത് നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയില്ല ഇതാണ് ഉദ്ദേശം. ഒരു ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയില്ല. ഇതിവിടെ കയ്യടി കിട്ടുന്ന വലിയൊരു സംഭവമാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ദളിത് കാർഡ് ഇറക്കി കളിക്കുന്നു. ഇതിന് ദളിതൻ ഉൾപ്പെടെയുള്ള ഹിന്ദുവിൻ്റെ കുടുംബത്തിന് അടുത്തതാക്കുന്നുള്ള ഉദ്ദേശം ഇന്ന് തുടങ്ങിയ 13 വർഷമായി. ഇത് ഐഡന്റിഫൈ ചെയ്ത ആളുകൾ പെട്ടെന്ന് വർഗീയവാദികളായി ചിത്രീകരിക്കപ്പെടും. അതാണ് അതിൻ്റെ. അവർക്ക് പിന്നെ ഇന്റർനാഷണൽ സെമിനാറുകൾക്ക് ക്ഷണം ഉണ്ടാവില്ല, ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ ഇവർ ഇന്റർനാഷണൽ എക്സ്പോഷർ ആന്റി ഇന്ത്യൻ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇന്റർനാഷണൽ എക്സ്പോഷറാണ്. ഞാനിവിടെ വന്ന് 2 ആന്റി ഇന്ത്യൻ പറഞ്ഞത് ആന്റി മോഡി പറഞ്ഞിട്ട് കാര്യം ആന്റി ഇന്ത്യൻ ആണത്. ജാതിക്ക് എതിരെ പറഞ്ഞിട്ട് ജാതിയാണ് ഇന്ത്യയുടെ ജാതിയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സവർണ ഹിന്ദു പൊളിറ്റിക്സിനെ ആക്രമിക്കുക, ഹെജ്മണി എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുക. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫിഗറായി മാറും. ഇന്റർനെറ്റ് സംഭവമില്ല. അവിടെ ഏതെങ്കിലും മൂലയൊക്കെ എടുക്കുന്ന ഏതെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ച് ടോക്ക് ചെയ്യാൻ പോയി. ഇവിടെ വന്ന് നമ്മളത് ഫേസ്ബുക്കിലിട്ടു, ഞാൻ അമേരിക്കയിൽ. എന്നിട്ട് ഇവിടെ നമ്മളെ നാട്ടുകാർക്ക് അറിയാം അവിടെ ഏതോ പട്ടിക്കാട്ട് പോലെ പാല കോളേജിലേക്ക് പോയിട്ട് ആരും ഉണ്ടാവുകയില്ല. എന്നിട്ട് 1-2 സായിപ്പന്മാർ ഇവർ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് വെക്കും. അവരും എല്ലാ അഭിപ്രായം പറയും. എന്നിട്ട് സായിപ്പ് എന്താ പറഞ്ഞാൽ ഇവിടെ വേദവാക്യമാണല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സാധനം. എല്ലാ മേഖലയിലും ബിസിനസ്സിലും ആണെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഭയങ്കരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ എക്സ്പോഷർ ഒന്നും, കാരണം അവർ ഈ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടു നിൽക്കുന്നില്ല. അവർ പൈസ കൊടുക്കുന്നത് എന്തിനാ? സാഹിബ് വെറുതെ കാശ് കൊടുക്കുക. അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് അവർ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് സയന്റിഫിക് ആയിട്ട് എന്താ ഗുണം കിട്ടുന്നതായിരിക്കണം, എന്താ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന പേപ്പറുകൾ, അങ്ങനെയുള്ള അതാണ് ഇതിൻ്റെ കാര്യം. നമ്മളെ മലയാളി കണ്ടന്മാർക്ക് ഇതൊന്നും അറിയില്ല. അമേരിക്കയിൽ പോയി പേപ്പർ ചെയ്തു, അമേരിക്കയിലൊക്കെ പോയി പേപ്പർ ചെയ്ത് പോയി. അപ്പോൾ ഇതാണ് ഉദ്ദേശം. ഈ കൈയടിക്കുന്നവൻ്റെ ഇത് കേട്ട് കൈയടിക്കുന്നവൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയും അവൻ്റെ സാംസ്കാരിക അടിത്തറ നടക്കുന്ന സംഭവമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അവിടെ കർണാടക പൊളിറ്റിക്സിൽ ഇപ്പം ഇയാൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയമായല്ലോ സിദ്ധരാമയ്യ. അപ്പോൾ സിദ്ധരാമയ്യ ഒഴിഞ്ഞു കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഈ മായാവതിനെ പോലെ ഒരു വൃത്തികെട്ടവനല്ല എന്നാണ് ഞാൻ കരുതുന്നത്. മായാവതി കൊണ്ട് BJP കിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്, കുമാരസ്വാമിയും കൊടുത്തിട്ടുണ്ട് BJP കിട്ടൊരു പണി. അതുപോലെ ആളാന്ന് കരുതുന്നില്ല. ഏതായാലും അതിൻ്റെ ഒരു അന്വേഷണം അതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇയാൾ ദളിത് വിഭാഗവും മറ്റേ അയാൾ മറ്റേ ഇതല്ലേ വക്കലിംഗല്ലേ. അപ്പം അതിൽ അതൊന്ന് ചൂട് പിടിപ്പിച്ചിട്ട്, കാരണം അവിടുത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് വക്കലിംഗ അല്ലെങ്കിൽ ലിംഗായത്ത് എവിടെ നിൽക്കുന്നോ ഇവർ രണ്ടുപേരും 2 പേര് നിന്നാൽ അവിടെ ഫലപ്രഖ്യാപനം ബുദ്ധിമുട്ടാണ്. അവരെ കൂടെ ആരൊക്കെ അലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിംസ് ഓഫ് കോഴ്സ് ആന്റി മോഡി കോൺഗ്രസിന് കൂടുന്നു, പ്ലസ് വക്കലിംഗ കിട്ടും. വക്കലിംഗ ഗൗഡ ഫാമിലി വക്കലിംഗക്കാരാണ്. പക്ഷേ ഗൗഡനെക്കാട്ടും ഇപ്പം ഈ നമ്മുടെ കോൺഗ്രസ് നേതാവാണ് അവർക്ക് വേണ്ടപ്പെട്ട ആൾ. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ ദളിത്, ഈ അദ്ദേഹത്തിന് ദളിത് എനിക്ക് ഏതാണ്ട് 20% ദളിതര് അത്ര മോശമല്ല. അല്ല, എനിക്ക് പറയാൻ കാരണം വെച്ചാൽ ഞാൻ കൂടെ അവിടെ ഡൽഹി പഠിക്കുന്ന സമയത്ത് കുറെ ദളിത് ആക്ടിവിസ്റ്റ് ഉണ്ട്. അതൊക്കെ കർണാടകക്കാരായിരുന്നു. അപ്പം കേരളം പോലെയല്ല, ദളിത് വോട്ട് അവിടെ നിർണായകമാണ്. അപ്പം ഈ ഒരു സംഭവത്തിലൂടെയാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന് ചേർത്ത് നിർത്തുന്ന 3 ഫാക്ടേഴ്സ് ഈ പറയുന്ന മുസ്ലിം. സിദ്ധരാമയ്യ ജനതാ പാർട്ടികളിൽ കൂടെ വളർന്നു വന്ന് കോൺഗ്രസിലേക്ക് ജാതി രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. അപ്പം അതിൽ ഈ ദളിത് വികാരം ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ ഒരു നാഷണൽ കോൺടാക്സ്റ്റ് അത് ഇമ്പോർട്ടൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ശിവകുമാറിനെ വേണമെങ്കിൽ ഒന്ന് ഡിഫർ ചെയ്യാമെന്നുള്ള ഉദ്ദേശമായിരിക്കും. അതിൻ്റെ ഭാഗവും കൂടി ആയിരിക്കാം. കാരണം ഇതൊക്കെ അപ്പോൾ നമുക്ക് മോഡിനോട് നമ്മൾ ഇതിങ്ങനെ പറയും, BJP ഇങ്ങനെ പറയും, നമ്മളിവിടുന്ന് മാറ്റുന്നത് ശരിയല്ല. പക്ഷെ അതിനോട് വക്കലിംഗ പോകും കോൺഗ്രസ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിലെ ഒരു സാഹചര്യം ഈ ദളിത് കാർഡൊന്നും മോദിയുടെ അടുക്കലേക്കില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം മോദി ഈ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായ ഒരു ദേശീയ ബിംബമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല എങ്കിലും ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ അങ്ങനെയൊക്കെ ഉള്ളൊരു നേതാക്കളുടെ നിരയിലേക്ക് മോദിയെയും നമുക്ക് പ്രതിഷ്ഠിക്കാം എന്നൊരു ചിന്ത
ഇന്ത്യൻ ജനതയിലുണ്ട്. അത് നിഷേധിക്കാൻ പറ്റുന്നതല്ല. കോൺഗ്രസ്സിന് പോലും അത് മനസ്സിലായി. അതുകൊണ്ടാണ് മോദിയെ ആ തരത്തിൽ ആക്രമിക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ ഗാർഗെ ഇരുന്നിട്ട് പോലും അദ്ദേഹം അത്തരത്തിലുള്ള കാർഡുകൾ ഇറക്കി മോദിയെ ആക്രമിക്കുന്നില്ല. ബി ജെ പി ഒരുപക്ഷെ ആക്രമിച്ചേക്കാം, പക്ഷേ മോദിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കില്ല. അപ്പോഴാണ് സിദ്ധരാമയ്യ ഇത്തരം ഒരു നീക്കവുമായിട്ട് വന്നിരിക്കുന്നത്. അല്ല, കോൺഗ്രസിന് കർണാടകയെ പറ്റിയിട്ട് അവതരണം. ഈ കർണാടക വിഭജിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്താണ് കോൺഗ്രസ് സത്യത്തിൽ 2014 വർഷം വലിയ അടി കിട്ടിയത്. കാരണം അവിടെ സീറ്റ് മൊത്തം ഒരു തൂത്തുവാരായിരുന്നു. പക്ഷേ അങ്ങനെ തീരുമാനം കോൺഗ്രസ് എടുത്ത് ഹിന്ദുമതത്തിന് നന്നായി, അല്ലെങ്കിൽ കർണാടക ഹൗസ് ചെയ്യുമ്പോഴേക്ക് ഒരു സൗത്ത് കൊറിയ ആയി പോവുകയായിരുന്നു. ഒരു അമേരിക്കൻ റിലീജിയൻ ഭൂരിപക്ഷമുള്ള സ്ഥലമായി മാറിപ്പോവുകയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പോകണ്ടല്ലോ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കോൺഗ്രസിന് അപ്പോൾ ആ സീറ്റ് ഇല്ലാതാക്കാൻ കാരണം വെച്ചാൽ ഈ തെലങ്കാന സമരത്തിൽ പിന്നെ തെലങ്കാനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്താണ്. അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഏതാണ്ട് അവരുടെ കൈ കിടക്കുകയായിരുന്നു. അപ്പം അതേപോലെയുള്ള അബദ്ധം കോൺഗ്രസ് ഇവിടെ കാണിച്ചാൽ പ്രശ്നമാണ്. ശിവകുമാറിന് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത പദവി ആ സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒക്കലിംഗക്കാരിനെയും കൊണ്ട് അങ്ങേര് പോയി, അങ്ങനെ ചിലപ്പോൾ BJP ചെയ്തു. കർണാടക പൊളിറ്റിക്സ് ആണ് ഒരു തരത്തിൽ. അങ്ങനെ സംഭവിച്ചാൽ അത് കോൺഗ്രസിന്റെ കർണാടകയിലെ സർവനാശമായിരിക്കും. തീരും. പിന്നെ മുസ്ലിം ലീഗായി മാറും കോൺഗ്രസ് അവിടെ. മുസ്ലിം ലീഗായി മാറും. അപ്പം അതാണ് പിന്നെ അതിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, മോഡീനെ മാറ്റുക എന്നുള്ളത് ഈ ദളിത് കാർഡ് മാത്രമല്ല, വേറൊരു കാർഡും ഉപയോഗിച്ചൊന്നും തൽക്കാലം മോഡീനെ മാറ്റാൻ പറ്റില്ല. അതിന് മോഡി സിമെന്റഡ് ആണ്. ജവഹർലാൽ നെഹ്റു അയാളെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ സിമെന്റഡ് ആയത്, ആ രീതി മോഡി സിമെന്റഡ് ആണ്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് മാറ്റാൻ പറ്റുന്നില്ല. സ്വയം മാറണമെങ്കിലേ ഉള്ളൂ. കാരണം ഇന്ത്യ സാധാരണ ഇന്ത്യക്കാരെ ആഗ്രഹിച്ചിട്ടുള്ള ഇന്ത്യ നന്നാവണം അവരുടെ ഒരു വികാരമായി മാറി. ദേശീയ ബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ബോധം ചില മണ്ടന്മാർ ദേശീയ ബോധം എന്ന് ചിലപ്പോൾ RSS ആണ്. അതാണ് അമ്മമാരുടെ ഏറ്റവും RSSന് കിട്ടുന്ന അംഗീകാരമാണ്. അവന്മാർ കാണിക്കുന്ന മണ്ടത്തിലാണ്. ദേശീയ ബോധം എന്ന് വെച്ചാൽ ദേശീയത ഇപ്പോൾ ഓരോ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. RSS BJP സംഘിച്ചാപ്പ. ഇപ്പം ദേശീയ മുസ്ലിം. എന്നോട് ഒരാൾ എൻ്റെ ചർച്ചയിൽ ഒരു മണ്ടേ നിങ്ങളെന്തെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടേ ഒരു ദേശീയവാദി. അബ്ദുള്ള കിട്ടിയില്ലേ, ഞാൻ അത് പോയി പണിയൊക്കെ ദേശീയ പരസ്യത്തിൽ. ഇത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളല്ല, ഒരു രാഷ്ട്രീയക്കാരുടെ ചാരി നടക്കുന്നില്ല. എന്താണ് ദേശീയ മുസ്ലിം? അല്ല, അപ്പം ഞാൻ അവന് പറഞ്ഞു കൊടുത്തത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ദേശീയ മുസ്ലിം. എന്താണ് ദേശീയ മുസ്ലിം? ഇവിടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പാകിസ്ഥാന് വേണ്ടി വാദിക്കണമെന്ന് ലീഗും ജിന്നയും ഇവിടെ ഉള്ള അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, UML അല്ല കേട്ടോ, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും പറഞ്ഞ സമയത്ത് മലബാറിൽ മാപ്പിളസ്ഥാൻ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ജിന്നയുടെ ലീഗ്, മലബാറിൽ മാപ്പിളസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് ഇവന്മാർ സമരം ചെയ്ത സമയത്ത് അതിനെതിരെ അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ട് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ കൂടെയും മൊയ്തു മൗലവിയുടെ കൂടെയും അതുപോലെ നമ്മളെ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, നമ്മളെ ആദ്യത്തെ വിദ്യാഭ്യാസ ആസാദിൻ്റെ കൂടെ നിന്നിട്ടുള്ള മുസ്ലിങ്ങളെയാണ് ദേശീയവാദികൾ എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അന്ന് ലീഗുകാരായിരുന്നു. ലീഗ് എന്ന് വെച്ചാൽ ഇന്നത്തെ ലീഗല്ല, അന്നത്തെ ലീഗ്. അത് പറയണം, ഇന്നത്തെ ലീഗ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടി. വേണ്ടപ്പെട്ട മറ്റൊന്നും കൊണ്ടല്ല, പലരും ഈ രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ലീഗ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ മുഖ്യധാരയിൽ ഒന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിലനിർത്താൻ. ചില അബദ്ധങ്ങളൊക്കെ ചില സമയത്ത് പറ്റിയിട്ടുണ്ട്, എങ്കിൽ പോലും അവരുടെ ഒരു പങ്ക് വളർന്നത്, എസ്പെഷ്യലി ഷിഹാദങ്ങളുടെ മരിച്ചു വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ്. അപ്പോൾ അതാണ്. അല്ലാണ്ട് അബ്ദുള്ള കുട്ടീനെ പോലെ പദവിക്ക് വേണ്ടി ചാടി വരുന്നവരല്ല ദേശീയ മുസ്ലിം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദേശീയ മുസ്ലിം അല്ല. അങ്ങനെ കരിയറിസ്റ്റുകളാണ്. ഞാൻ എൻ്റെ ഗ്രാൻഡ്ഫാദർ അങ്ങനെ, എൻ്റെ ഫാദർ അങ്ങനെ, ഞാനങ്ങനെ ആയിരുന്നു. ഇവന്മാർ വേറെന്താ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ വാപ്പാനെ തള്ളി പോയി പണിയൊക്കാൻ പറയും. അതൊക്കെ അവന്മാർ ചെയ്താൽ മതി. അപ്പോൾ കർണാടകയിലേക്ക് അല്ല, ഇത് അവിടെയും ബാധകമാണ്. അവിടെയും അങ്ങനെയുള്ള ആളുകളുണ്ട്, ദേശീയവാദി മുസ്ലിങ്ങളുണ്ട് അവിടെ. നമ്മളെക്കാളും കൂടുതലുണ്ട് അവിടെ. പക്ഷെ അവരുടെ വോയിസ് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ മോഡീനെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ദേശീയവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മോഡി ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ, അല്ല അതിലും കൂടുതലായിട്ട് ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവർ രണ്ടുപേരും പരാജയപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, 2 വ്യവസായം, മൂന്നാമത് സെൽഫ് റിലയൻസ് ആയിരുന്നു, സ്വയം പര്യാപ്തം. അന്നത്തെ യുദ്ധങ്ങൾ വന്നു, ചൈന പാകിസ്ഥാൻ യുദ്ധം വന്നതോടുകൂടി നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതുവരെ നമുക്ക് ആർജിക്കാൻ പറ്റിയില്ല. അതിനുള്ള സ്ലോ ആയിട്ട് മൂവ് ചെയ്തു. മോഡി അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ മോഡി ശരിക്കും എനിക്ക് തോന്നി മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഉൽപാദന മേഖലയ്ക്ക് വലിയ പ്രാധാന്യം, ഇന്ത്യനൈസേഷൻ, എസ്പെഷ്യലി ഡിഫൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഡിഫൻസ് നമുക്ക് പുറത്തുള്ള സാധനങ്ങൾ മേടിച്ചാൽ നമുക്ക് അത് സേഫ് അല്ല അത്. അപ്പോൾ മോഡി അതിന് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടു. മോഡി കഴിഞ്ഞൊരു F-10 F-16 ഒക്കെ വാങ്ങിച്ചു. അല്ല, അവർക്കത് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോഴും ചൈനക്ക് ഇന്ത്യയുടെ ചില പ്രിഡേറ്റർ ഡ്രോണുകളൊക്കെ ചൈനയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇസ്രായേൽ ടെക്നോളജി അവന്മാരെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റേപോലെ അത്ര പ്രശ്നമല്ല. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ അന്നത്തെ മുടങ്ങിപ്പോയ മൂന്നാം പഞ്ചവത്സര പദ്ധതി
15 വർഷമായി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ആളായിട്ടാണ് ഞാൻ മോഡിനെ വിലയിരുത്തുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊജക്റ്റൊക്കെ രീതി. അതിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും അതിൻ്റെ ഫലമൊന്നും ഉണ്ടാവില്ല. ഈ ചില കാനഡയിൽ നിന്ന് അമ്മച്ചിമാർ ഏതൊരു എന്തൊരു റൗഡിയോ ധ്രുവ റൗഡിയോ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പറയുന്ന പോലെ ഒന്നല്ല. പിന്നെ എന്താ ധ്രുവ റൗഡി എന്താ പേര് നമുക്ക് വിടാം. അല്ല, അവൻ പറയുന്നത് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, കുറ്റങ്ങൾ മാത്രം എടുത്ത് പറയാം. ധ്രുവറാടി. പിന്നെ കുറ്റങ്ങൾ മാത്രം പറയാം. അല്ലെങ്കിൽ നമുക്ക് രാജേഷിനെ മുന്നിട്ട് വെച്ചുകൊണ്ട് ക്രിയേറ്റീവായിട്ട് വിമർശിക്കാം. ഇത് ക്രിയേറ്റീവ് വിമർശനമല്ല. കുറ്റം മാത്രം പറഞ്ഞ് മോഡിനെ ടാർണിഷ് ചെയ്യുക. മോഡിനെ ടാർണിഷ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയെ ടാർണിഷ് ചെയ്യുക. അതുവഴി അവനെന്താ ഗുണമുണ്ടാവും? അപ്പോൾ അത് അതിൻ്റെ ഭാഗമായി കണ്ടാൽ മതി. ഇപ്പം മോഡിനെ അങ്ങനെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഡിയെ മാറ്റാൻ പറ്റില്ല. കാരണം മോഡി ആ രീതിയിൽ മുഖ്യമന്ത്രിയായിരുന്ന മോഡിയല്ല. എനിക്കൊന്നും മോഡിനെ ഇഷ്ടമായിരുന്നില്ലല്ലോ. പക്ഷേ പ്രധാനമന്ത്രിയായ 5 വർഷം കൊണ്ടാണ് ഞാനൊക്കെ മോഡിനെ പറ്റി എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയത്. അങ്ങനെ അപ്പോൾ അങ്ങനെ ആളെ പെട്ടെന്ന് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് ഇവർ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആക്സെപ്റ്റൻസ് കിട്ടുന്ന ഹിന്ദുക്കളുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ജാതിയാണ്, ദളിതാണ്. അതാണ് ഈ ജാതി സെൻസസ് RSS അംഗീകരിച്ചു എന്നൊക്കെ പറയും BJPയോ കർണാടക ബീഹാറിൽ. എനിക്കൊരു അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. എന്ത് രാഷ്ട്രീയത്തിൻ്റെ പുറത്താണെങ്കിലും നിങ്ങൾ ജാതി സെൻസസ് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റേണലി പൊട്ടിപ്പോവും. നിങ്ങൾ അറിഞ്ഞൂടായില്ല അതിൻ്റെ തീവ്രത. ഇന്ത്യനെ പൊട്ടിക്കാൻ ഒറ്റ സാധനത്തിനേ പറ്റുള്ളൂ, അത് ജാതിയാണ്. അത് സായിപ്പിനറിയാം. അത് നമുക്ക് ഇന്ത്യ അതിനെ അതിജീവിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷിച്ചാൽ കൊള്ളാം, അല്ല പ്രതീക്ഷിക്കുന്നത് കൊള്ളാം, നടന്നാൽ കൊള്ളാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.